ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് വരേണ്ട ക്വാളിറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് പറയണത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ഒന്നതാണ്, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതുപോലെ ബാക്കിയുള്ളവരെ പരിഗണിക്കണം. ഒരുപക്ഷെ പണ്ട് 20,000 കൊടുത്തിട്ടുണ്ടാവും, ഇപ്പൊ ഒരു 20 കൊടുക്കണം. വന്നാണോ എന്ന് പരിഗണിക്കണം, മടക്കരുത്. അത് വളരെ പ്രധാനമാണ്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉള്ളത് കൊടുക്കുക. അത് ചിലപ്പം പണം തന്നെ ആവണമെന്നില്ല, പുഞ്ചിരിയാവോ, നല്ല വാക്കാവോ. അതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കാനും പണം തന്നെ വേണമെന്നില്ല. കാരണം ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലാത്തത് എന്ന് പറയുന്നത് വേറൊന്നായിരിക്കും. ഇതിനെ മഹാന്മാർ വിശദീകരിക്കുന്നത് നിനക്കൊരു അറിവ് പറഞ്ഞു കൊടുക്കാമല്ലോ, അറിവർക്ക്. ഉദാഹരണത്തിന്, മോനെ ഇപ്പം എൻ്റെ ഫിനാൻഷ്യലി ചെറിയ പ്രയാസമുണ്ട്, മോനെ ഇന്നാളിന്നാ എൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഉണ്ട്, ഞാനൊന്ന് വിളിക്കാം. അത് ഭയങ്കരമല്ലേ? അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖത്തു അല്ലേ? ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കുറേ പലപ്പോഴും ഇങ്ങനെ കളക്ഷനോ ഒക്കെ പോകുമ്പോൾ ഇല്ലെങ്കിൽ പോലും നല്ല വാക്ക് പറയുകയും വേറൊരാളെ പരിചയപ്പെടുത്തുകയും നിർബന്ധമായിട്ട് അവിടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും മൂപ്പര് പോയി കൊടുക്കാനാണ് പറഞ്ഞാൽ മൂപ്പര് അനിയനോ ജ്യേഷ്ഠനോ തന്നെയാണ്. എങ്കിൽ പോലും ആ ഒരു അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചു പറയാന്നും കൂടി പറയണത് ഒരു റെക്കമെൻഡാണ്. അതെ അതെ അതെ, ഈ മനുഷ്യന്മാർക്ക് തന്നെയാണ് ആഖിറത്തിലെ ഷഫാഅത്തൊക്കെ വെച്ചേക്കണം. ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി പറയണത് വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യത്തെ അടക്കി പിടിക്കുന്നവർ. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അടുത്ത പറയുന്ന ടേം ഉണ്ടോ, നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ഈ വൽ കാളിമീനൽ ഗൈലിൻ്റെ ശരിക്കുള്ള ഒരു താല്പര്യം നമുക്ക് ദേഷ്യം പിടിച്ചിനോന്ന് ആർക്കും അറിയരുത് എന്നാണ്. കടിച്ചു പിടിക്കണം. അങ്ങനെ ദേഷ്യം കടിച്ചു പിടിക്കുന്ന ഒരാളോട് ദേഷ്യം പിടിക്കാത്ത ആൾ ആയതുകൊണ്ടുകൂടിയാണ് സാദാത്ത് കുടുംബത്തിലെ ലീഡറായ മൂസ എന്ന മഹാന് മൂസൽ കാളിം എന്ന് പേര് വന്നത്. പേരിൽ തന്നെ അല്ലേ, ദേഷ്യം അടക്കി പിടിക്കുക. എപ്പോഴും പിശാച് കയറി പറ്റാൻ ശ്രമിക്കുന്നത് ദേഷ്യം പിടിക്കുമ്പോഴാണ്. ഉസാലിമാം അതിനെ നിരീക്ഷിക്കുന്നത്, ദേഷ്യം പിടിക്കുന്ന ഒരു അവസരത്തിൽ പിശാചിൻ്റെ സൈന്യത്തെ വേഗം അയക്കും. പെട്ടെന്ന് അവിടെ ഒരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്, വേഗം കയറിക്കോളൂ. ഉസാലിമാം തുടർന്ന് പറയുന്നുണ്ട്, കുട്ടീൻ്റെ കയ്യിൽ ബോൾ കിട്ടിയ വന്നിട്ട് പിന്നെ നമ്മളെ കൊണ്ട് കളിക്കുമെന്ന്, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഈ ദേഷ്യത്തെ അടക്കി പിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം പിടിച്ചിനൊന്നും ആർക്കും അറിയരുത് എന്ന് കൂടിയാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ പിന്നെ ഇന്ന പ്രസംഗം കേട്ടോണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാണെന്ന് പറയാം അല്ലേ? അതും പറ്റില്ല എന്നർത്ഥം. 3 വലാഫീൻ അനിന്നാസ്. ഒന്നാമത് പറഞ്ഞത് നമ്മളെ കൊണ്ട് എല്ലാവർക്കും ഉപകാരം. 2 ഒരു ഉപദ്രവം ഉണ്ടാവരുത്. മൂന്നാമത്തത് ഉപകാരം ഉപദ്രവവും രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധ്യത പറഞ്ഞു. ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു, തിരിച്ചുപകാരം ചെയ്യാം. വൽ ആഫീൻ അന്നാസ്. ഇതൊരു സൗന്ദര്യം. നോക്കിയേ, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. മുത്തക്കി ആരാണെന്നുള്ളത് വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന് എതിരഭിപ്രായങ്ങൾ പറയാം. ഇങ്ങനെ ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. ഇത് പറയണത് അള്ളാഹു തന്നെയാണ്. വേറെ വർത്താനമില്ല ഇതിൽ, വേറൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല. വൽ ആഫീൻ അന്നാസ്. നമ്മൾ ഒരു അത്യാവശ്യം ലക്ഷറി വണ്ടി എടുത്തു പോകുമ്പോൾ പാവപ്പെട്ട ഒരു ബൈക്കുകാരനോ ഒരു ഓട്ടോ ഡ്രൈവറോ റോങ് സൈഡിൽ വന്ന് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു. അന്നേരമാണ് ആ മുത്തക്കിയുടെ ഒരു മുഹൂർത്തം വരുന്നത്. അവസരം വരുമ്പോൾ ഇത് കാണാം. അതെ അതെ, ഞാൻ ദേഷ്യം പിടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. അത് ഉറപ്പല്ലേ. ഇപ്പോൾ ഈ സദസ്സിൽ സൽസ്വഭാവികൾ ആരൊക്കെയാണ് കൈവക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോന്നും. തന്നെയാണ്.